നമസ്കാരം. ചെങ്കടലിൽ ഒരു വിശ്രമവുമില്ലാതെ ഹൂത്തികൾ അവരുടെ പണി തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെയും 4 കപ്പലുകൾ മുക്കിക്കളഞ്ഞു. അമേരിക്കയുടെ 2 സൈനിക കപ്പലുകൾ, അതുപോലെ തന്നെ ബ്രിട്ടന്റെ 2 കപ്പലുകൾ. തിരിച്ചെടുക്കാൻ കഴിയാത്ത വിധം ചെങ്കടലിൽ മുക്കിക്കളഞ്ഞു എന്നാണ് പറയുന്നത്. അതായത് ഹൂത്തികൾ ഇപ്പോഴും ശക്തമായ രീതിയിലുള്ള ആക്രമണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. അമേരിക്കയെയും ബ്രിട്ടനെയുമാണ് ആക്രമിക്കുന്നത്. ഒന്ന് ആലോചിക്കണം. ചെറിയ സംഘമാണ് ഹൂത്തികൾ. അമേരിക്കക്കും ബ്രിട്ടനും ഹൂത്തികൾക്ക് മുന്നിൽ പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല. അവരുടെ ആയുധങ്ങൾക്ക് മുന്നിൽ പിടിച്ചു നിൽക്കാൻ കഴിയുന്നില്ല. എത്ര മാസങ്ങളായി ഈ ആക്രമണം തുടങ്ങിയിട്ട്? എല്ലാവരും കരുതിയത് കുറച്ചു കാലം പിടിച്ചു നിൽക്കാൻ കഴിയും, അതിനപ്പുറത്തേക്ക് ഹൂത്തികൾക്കും അല്ലെങ്കിൽ ഹിസ്ബുള്ളക്കും ഹമാസിനും ഒന്നും പോകാൻ കഴിയില്ല. കാരണം നമ്മളൊക്കെ മനസ്സിലാക്കിയിടത്തോളം വൻ ശക്തികളാണ് അമേരിക്കയും ബ്രിട്ടനും ഇസ്രായേലും ഒക്കെ. അവരാണ് മറുവശത്ത്, അവരുമായാണ് ഏറ്റുമുട്ടുന്നത്. അതുകൊണ്ട് തന്നെ എല്ലാവരും അത്തരത്തിലായിരുന്നു പ്രതീക്ഷിച്ചിരുന്നത്. എന്നാൽ എല്ലാ പ്രതീക്ഷകളെയും തകിടം മറിച്ചുകൊണ്ട് ഹൂത്തികൾ ഇപ്പോഴും അവരുടെ പണി തുടർന്നുകൊണ്ടിരിക്കുന്നു. മറ്റൊരു ഭാഗത്ത് ഇറാൻ സർവസജ്ജമായി എന്നാണ് അറിയാൻ കഴിയുന്നത്. അവരുടെ എല്ലാവിധ ആയുധങ്ങളും അവർ ഒരുക്കി വെച്ചു. ഇനി ഒരു നിർദ്ദേശം മാത്രമേ അവർക്ക് ആവശ്യമുള്ളൂ. അവരുടെ സൈനികർക്ക് തീരുമാനമെടുത്തു കഴിഞ്ഞു. ഇനി അടിക്കാൻ ഒരു നിർദ്ദേശം മാത്രം. ആ നിർദ്ദേശം കിട്ടിയാൽ ഉടൻ തന്നെ ഇസ്രായേലിനെ അവർ ഭസ്മമാക്കുമെന്നാണ് വാർത്തകൾ പുറത്തു വരുന്നത്. അമേരിക്കൻ മാധ്യമങ്ങൾ പോലും റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് 12-ന്, അതായത് ഇന്ന് ഇസ്രായേലിനെ ഇറാൻ ആക്രമിക്കുമെന്നാണ്. അതേസമയം ഇറാൻ ഇവിടെ തീയതിയും സമയവും ഒക്കെ നിശ്ചയിച്ചിട്ടുണ്ട്. അത് പുറം ലോകത്തെ അറിയിച്ചിട്ടില്ല. അത് എപ്പോഴാണ് എന്നുള്ളത് ഇറാന് മാത്രമേ അറിയാൻ കഴിയൂ. ഒരിക്കലും ഇറാൻ അങ്ങനെ നേരത്തെ കൂട്ടി ഇന്ന സമയം ഇന്ന ഡേറ്റ് എന്നൊന്നും പറഞ്ഞ് ആക്രമണം നടത്താറില്ല. ആക്രമിക്കുമെന്നവർ പറയും, പക്ഷേ അതിൻ്റെതായ സമയത്ത്, അവർ തീരുമാനിച്ചു വെച്ച സമയത്ത് തീർച്ചയായും അവർ ആ പണി തുടങ്ങിയിരിക്കും. ഇവിടെ ഒരു കാര്യം കൂടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. റഷ്യയുടെ പിന്തുണ കൂടെ ഇറാന് നേടാൻ കഴിഞ്ഞിരിക്കുന്നു. റഷ്യക്ക് ഒരു കാരണവശാലും ഇവിടെ ഇറാനെ ഒഴിവാക്കാൻ കഴിയില്ല. ഇറാനെ ഒഴിവാക്കുക എന്നതിലുപരി ഇവിടെ ഇസ്രായേലിനെ വിടാൻ റഷ്യ തീരുമാനിച്ചിട്ടില്ല. ഇസ്രായേലിനെ അടിക്കാൻ പറ്റിയ ഏറ്റവും നല്ല സമയം ഇത് തന്നെയാണെന്ന് റഷ്യയും മനസ്സിലാക്കിയിരിക്കുന്നു. കാരണം കഴിഞ്ഞ ദിവസങ്ങളിൽ റഷ്യയിലുണ്ടായ തീവ്രവാദി ആക്രമണം ISIS ആണ് ആ ആക്രമണം നടത്തിയത് എന്നാണ് അമേരിക്ക പറയുന്നത്. എന്നാൽ റഷ്യ നടത്തിയ അന്വേഷണത്തിൽ അതിനു പിന്നിൽ ഉക്രൈനാണെന്നും ഉക്രൈനെ അതിനുവേണ്ടി സഹായിച്ചത് അമേരിക്കയും അതുപോലെ തന്നെ ഇസ്രായേലുമാണെന്നും കണ്ടെത്തിയിരിക്കുന്നു. തീർച്ചയായും തിരിച്ചടി, അതായത് ഇത്തരത്തിലൊരു ആക്രമണം നടത്തിയവർക്ക് ഒരു തിരിച്ചടി ഉടനടി ഉണ്ടാകുമെന്ന് റഷ്യ പ്രഖ്യാപിച്ചിരുന്നു. എന്നാൽ ഇപ്പോൾ റഷ്യ കൂടെ ഇറാനോടൊപ്പം ചേരാൻ തീരുമാനിച്ചിരിക്കുന്നു എന്നതാണ്. ഇതുവരെ ഇറാൻ മാത്രമാണ് ഉണ്ടായിരുന്നത് ചിത്രത്തിൽ. ഇപ്പോൾ റഷ്യ കൂടെ ചേർന്നിരിക്കുന്നു. വരും ദിവസങ്ങളിൽ ചൈന കൂടെ ഇവിടെ ഈ ഒരു ടീമിനൊപ്പം ചേരുമെന്നാണ് അറിയാൻ കഴിയുന്നത്. ചൈനയെ സംബന്ധിച്ചിടത്തോളം കച്ചവട താല്പര്യമാണ്. പലപ്പോഴും അമേരിക്ക ചൈനക്ക് ചെക്ക് വെക്കുന്ന സാഹചര്യങ്ങൾ ഒരുപാട് ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ചൈനക്ക് അമേരിക്കയേക്കാൾ മുന്നിൽ പോകണമെങ്കിൽ അമേരിക്കയെ ആക്രമിച്ചേ മതിയാകൂ, അല്ലെങ്കിൽ ഇസ്രായേലിനെ ആക്രമിച്ചേ മതിയാകൂ. അതുകൊണ്ട് തന്നെ ചൈനയും ഈ ഒരു ടീമിനോടൊപ്പം ചേരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പല നിരീക്ഷകരും അത്തരത്തിലുള്ള അഭിപ്രായങ്ങൾ പങ്കുവെക്കുന്നുണ്ട്. ഇനി ആരൊക്കെ ചേർന്നാലും ചേർന്നില്ലെങ്കിലും ഇവിടെ ഇറാന്റെ പരമോന്നത നേതാവ് ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞു. ആരൊക്കെ എതിർത്താലും ആരൊക്കെ ചെയ്യരുത് എന്ന് പറഞ്ഞാലും ഞങ്ങൾക്ക് ഇസ്രായേലിനെ തിരിച്ചടിച്ചേ മതിയാകൂ. UN-നോട് അവർ അക്കാര്യം വ്യക്തമായി പറഞ്ഞു. അതായത് ഞങ്ങൾ ഒരിക്കലും ഇസ്രായേലിനെ ആക്രമിക്കാതിരിക്കില്ല. കാരണം ഞങ്ങളുടെ ആക്രമണം തീർച്ചയായും ഇസ്രായേൽ അത് കൊള്ളാൻ, ഇസ്രായേലിന് അത് കിട്ടാനുള്ള അർഹതയുണ്ട്. അതിൽ നിന്നും ഞങ്ങൾ പിന്മാറില്ല എന്ന് UN-നോട് പോലും ഇവിടെ ഇറാന്റെ പരമോന്നത നേതാവ് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ഇറാൻ നേതാക്കന്മാരും അതുപോലെ തന്നെ ഇറാൻ പ്രസിഡന്റും ഒക്കെ വ്യക്തമാക്കി കഴിഞ്ഞു എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്ത. എന്തായാലും ഏത് നിമിഷവും ശക്തമായ ഒരു തിരിച്ചടി ഇസ്രായേലിലേക്ക് ഉണ്ടാകും. ഇസ്രായേൽ വലിയ ഭയപ്പാടിലാണ്. അത്തരത്തിലൊരു അടി കിട്ടും എന്നുള്ള കാര്യം ഇസ്രായേലിന് ഉറപ്പാണ്. അതുപോലെ തന്നെ അമേരിക്കക്കും ഉറപ്പാണ്. അത് അമേരിക്കയെ പോലും ബാധിക്കും എന്നുള്ളത് അമേരിക്കക്ക് നന്നായി അറിയാം. അല്ലെങ്കിൽ തന്നെ അമേരിക്കയെ മിഡിൽ ഈസ്റ്റിൽ നിന്നും തുരത്താൻ ഒരു അവസരം കിട്ടിയിരിക്കുകയാണ് ഇറാനെ സംബന്ധിച്ചിടത്തോളം. ഇറാൻ അത് നല്ല രീതിയിൽ ഉപയോഗിക്കും. എന്നാൽ അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി ഇപ്പോൾ മിഡിൽ ഈസ്റ്റിലെ രാജ്യങ്ങളിൽ വന്ന് അഭ്യർത്ഥന നടത്തുകയാണ്. ഫോണിൽ വിളിച്ചുകൊണ്ട് പറയുകയാണ്. അതായത് സൗദി അറേബ്യയോട് പറയുന്നു, തുർക്കിയോട് പറയുന്നു, ചൈനയോട് പറയുന്നു, നിങ്ങളൊന്ന് പറയൂ ഇറാനോട് തൽക്കാലം ഇസ്രായേലിനെ ആക്രമിക്കരുതെന്ന്. അതായത് ഇസ്രായേലിനെ ആക്രമിച്ചാൽ തീർച്ചയായും ആ അടി ഏറ്റവും കൂടുതൽ കൊള്ളുന്നത് അമേരിക്കക്കാണെന്ന് മറ്റാരേക്കാളും നന്നായി അറിയാവുന്നത് അമേരിക്കക്ക് തന്നെയാണ്. അതുകൊണ്ടാണ് അമേരിക്ക ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഓടി നടക്കുന്നത്.
ഫലസ്തീനിലെ സാധാരണക്കാരായ പിഞ്ചു മക്കളെ, അതുപോലെ തന്നെ സ്ത്രീകളെ, ഉമ്മമാരെ, പെങ്ങന്മാരെ, ഇവരെയൊക്കെ ഇങ്ങനെ നിർദാക്ഷിണ്യം കൊന്നു തള്ളുമ്പോൾ ഒരു അമേരിക്കയും ഉണ്ടായിരുന്നില്ല ഇസ്രായേലിനോട് ആക്രമണം നിർത്താൻ പറയാനും ഇസ്രായേലിന് ആയുധം കൊടുക്കാതിരിക്കാനും ഒക്കെ. പക്ഷെ ഇപ്പോൾ ഇസ്രായേലിന് ഒരു അടി കിട്ടും, അതായത് അവർ ചോദിച്ചു വാങ്ങിച്ചതാണ്, അടി കിട്ടുമെന്ന് ഉറപ്പായപ്പോൾ അത്തരത്തിലൊരു അടി ഉണ്ടാകാതിരിക്കാൻ ഇപ്പോൾ അമേരിക്ക അത്തരത്തിലുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ച് ലോകം മുഴുവൻ ചുറ്റുകയാണ്. എന്നാൽ മറ്റു ലോക രാജ്യങ്ങൾ ഈ വിഷയത്തിൽ മൗനം പാലിച്ചിരിക്കുകയാണ്. ഇറാനെ കൊണ്ട് കഴിയുന്നത് ചെയ്യട്ടെ, ഇസ്രായേൽ എന്തായാലും ഒരു അടി കിട്ടാൻ അവർ അർഹരാണ്, അവർക്കത് കിട്ടട്ടെ എന്ന നിലപാടുകൾ ഭൂരിപക്ഷം രാജ്യങ്ങളും ഇവിടെ അത്തരത്തിലുള്ള നിലപാട് സ്വീകരിച്ചിരിക്കുന്നു എന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്.